നമസ്കാരം. +1 ഫിസിക്സിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ മൂന്നാമത്തെ ചാപ്റ്ററിലുള്ള യൂണിഫോം മോഷൻ എന്ന പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അത് കാണാത്തവർ അതുകൂടി പ്രയോജനപ്പെടുത്തുക. ഇനി എന്താണ് നമുക്ക് യൂണിഫോം മോഷൻ എന്താണെന്ന് പരിശോധിക്കാം. വാട്ട് ഈസ് യൂണിഫോം മോഷൻ? ഇപ്പോൾ മോഷൻ എന്താണെന്ന് നമ്മൾ കണ്ടു. എന്താണ് മോഷൻ? If the position of the body changes with respect to time and also with respect to the surroundings, we say that the body is moving. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനിലുള്ള മോഷൻ മാത്രമാണ്. എന്താണ് യൂണിഫോം മോഷൻ? ആ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ് അല്ലെ, യൂണിഫോം ആയിട്ടുള്ള മൂവ്മെന്റ്. അതായത് സപ്പോസ് the body undergoes equal displacements in equal interval of time. Okay? Equal displacement in equal interval of time. ഒരു പ്രത്യേക ടൈം ഇന്റർവെലിനുള്ളിൽ എപ്പോഴും ഒരേ ഡിസ്പ്ലേസ്മെന്റ്. ഫോർ എക്സാമ്പിൾ, എല്ലാ 2 സെക്കൻഡിലും സപ്പോസ് ദ ബോഡി കവേഴ്സ് 10 മീറ്റർ ഡിസ്റ്റൻസ്. നോക്കൂ, ഡാറ്റ നോക്കൂ. ഡാറ്റയിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമാണ് ഓരോ 2 സെക്കൻഡിലും ബോഡി കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് 10 മീറ്റേഴ്സ് ആണ്. സോ വിച്ച് എവർ ബി ദ ടൈം ഇന്റർവെൽ യു കൺസിഡർ, ഓക്കെ, അല്ലെങ്കിൽ ഏത് സമയത്ത് ഈ ബോഡിയുടെ മൂവ്മെന്റിൽ എപ്പോ നമ്മൾ 2 സെക്കൻഡ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ബോഡി അണ്ടർഗോസ് 10 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ്. ഇത്തരത്തിലുള്ള മോഷനെയാണ് യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. ബോഡി കവേഴ്സ് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. ഓക്കെ, അപ്പോ ഏത് സമയത്താണ് നമ്മൾ 2 സെക്കൻഡ് ബോഡിയുടെ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഇൻ ദ മിഡിൽ ഓഫ് ദി മൂവ്മെന്റ്, അല്ലെങ്കിൽ മൂവ്മെന്റിന്റെ അവസാനം, ഏത് സമയത്തായാലും whenever you consider a time interval of 2 seconds, the body undergoes a displacement of 10 meter. ഇത്തരത്തിലുള്ള മോഷൻ, ഇതിനെയാണ് നമ്മൾ യൂണിഫോം മോഷൻ എന്ന് പറയുക. സോ വാട്ട് ഇസ് യൂണിഫോം മോഷൻ? The body undergoes equal displacements in equal interval of time. Such type of motion is called uniform motion. അപ്പോൾ ഇത്തരത്തിലുള്ള മോഷനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഗ്രാഫ് എങ്ങനെയായിരിക്കും, പൊസിഷൻ ടൈം ഒക്കെ അനുസരിച്ച്, ടൈമിനനുസരിച്ച് പൊസിഷൻ എങ്ങനെ വേരി ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. മൂവ് ചെയ്യുന്നൊരു ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഫസ്റ്റ് വിൽ കൺസിഡർ ദിസ് കേസ്. ഓക്കെ, പൊസിഷൻ നമുക്ക് തന്നിട്ടുണ്ട്, എക്സ് ആണ്, ടൈം ടി. ഈ വാല്യൂസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സി ടി 0 ആകുമ്പോൾ പൊസിഷൻ 20, T1 പൊസിഷൻ 20, T2 പൊസിഷൻ 20. അപ്പോൾ ഇവിടെ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക. എക്സ് ആക്സിസിൽ ടൈം, വൈ ആക്സിസിൽ യു ക്യാൻ ടേക്ക് വാല്യൂസ് ലൈക്ക് 10, 20, 30, etc. Okay, now plot the values. Time t equal to 0, position 20. So you can plot a point. T1 പൊസിഷൻ 20. സോ 1ന് നേരെ നമുക്കൊരു പോയിന്റ് മാർക്ക് ചെയ്യാം. ഓക്കെ, 2 പൊസിഷൻ 20. റൈറ്റ്. അപ്പോൾ വാട്ട് കെൻ യു സേ അബൌട്ട് ദിസ് ബോഡി? ഡസ് ദിസ് ബോഡി മൂവ്? ഈ ബോഡി മൂവ് ചെയ്യുന്നുണ്ടോ? മൂവ് ചെയ്യുന്നു എന്ന് നമ്മൾ എപ്പോഴാണ് പറയുന്നത്? സമയത്തിനനുസരിച്ച് പൊസിഷനിൽ ചേഞ്ച് വരുമ്പോഴാണ് ഒരു ബോഡി മൂവ് ചെയ്യുന്നു എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഈ കേസിൽ പൊസിഷൻ റിമെയിൻസ് സെയിം അല്ലേ. ആസ് ടൈം ഗോസ് ഓൺ പൊസിഷൻ ഡസ് നോട്ട് ചേഞ്ച്. അപ്പോൾ നമുക്ക് പറയാം ദിസ് ബോഡി ഈസ് സ്റ്റേഷനറി ഓർ ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കേസിൽ ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഈ പോയിന്റ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊസിഷൻ ടൈം ഗ്രാഫ് കിട്ടും. So this is the shape of the position time graph for a body at rest. Okay, അതായത് നമുക്ക് കിട്ടിയ ഗ്രാഫ്, ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ആണിത്. എക്സ് ആക്സിസ് ഇസ് ഓൾസോ നോൺ ആസ് ടൈം ആക്സിസ്. ഓക്കെ, ടൈം ആക്സിസ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് ടൈം ആക്സിസിന് അല്ലെങ്കിൽ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം എന്താണ്? ഇൻ ദ കേസ് ഓഫ് എ ബോഡി അറ്റ് റെസ്റ്റ്, ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് മൂവ് ചെയ്യുന്ന ബോഡിയുടെ കേസാണ്. സപ്പോസ് ദ ബോഡി ഈസ് മൂവിങ്. ഓക്കെ, ബോഡി മൂവ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ്? നോക്കാം, നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് ഇതാണ്. എക്സ് ആൻഡ് ടി. ടൈം T1 x 10,
t 2 സെക്കൻഡ് ആകുമ്പോൾ x 20, t equal to 3 x 30, t equal to 4 x 40. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് പൊസിഷനും ടൈമും തന്നിട്ടുള്ളത്. ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കണം. എങ്ങനെ വരയ്ക്കാം? t 1 ആകുമ്പോൾ x 10, സോ t x ആക്സിസിൽ എക്സിൻ്റെ വാല്യൂ y ആക്സിസിൽ, t 1 ആകുമ്പോൾ പൊസിഷൻ 10. നെക്സ്റ്റ് ഇസ് t equal to 2 പൊസിഷൻ 20, t equal to 2 പൊസിഷൻ 20. ഇത് ഗ്രാഫ് പേപ്പർ ആണെങ്കിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. ദെൻ t equal to 3 പൊസിഷൻ 30, ഗ്രാഫ് പേപ്പറിൽ വരച്ച് നോക്കാം. ദെൻ t equal to 4 പൊസിഷൻ is 40. ഓക്കെ, സോ സീ ദ പോയിൻറ്റ്സ്, പ്ലോട്ടഡ് പോയിൻറ്റ്സ്. ഈ പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂവ് ചെയ്യുന്ന ഈ ഒരു കേസിലുള്ള ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ് കിട്ടും. സോ യു ക്യാൻ സീ ദ ഷേപ്പ് ഓഫ് ദ ഗ്രാഫ്. ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, സോ ദിസ് ഇസ് എ മൂവിങ് ബോഡി. മൂവിങ് ബോഡിയാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലായി? ബോഡി മൂവ് ചെയ്യുന്നുണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? പൊസിഷൻ ഓഫ് ദ ബോഡി ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. സമയം കൂടുന്നതിനനുസരിച്ച് പൊസിഷൻ മാറുന്നുണ്ട്. 10 ആയിരുന്നു, 20 ആയി, 30 ആയി, 40 ആയി ആൻഡ് സോ ഓൺ. ഓക്കെ, സോ ദിസ് ബോഡി ഈസ് മൂവിങ്. ഇനി ഇതിൻ്റെ മൂവ്മെൻറ്റിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? ഇൻ എവ്രി 1 സെക്കൻഡ് ഈ ബോഡിയുടെ മൂവ്മെൻറ്റിൽ എവിടെയെങ്കിലും നമ്മൾ 1 സെക്കൻഡ് ടൈം ഇൻ്റർവൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഓർ ഡിസ്പ്ലേസ്മെൻറ്റ്? 10 മീറ്റേഴ്സ്. നോക്കൂ, 1 to 2 1 സെക്കൻഡ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് 10 മീറ്റർ ആണ്. 2 to 3 again 1 second displacement 10 meter. 3 to 4 again displacement 10 meter, like that. Okay, so in every 1 second you have 10 meter displacement. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ the body undergoes equal displacement in equal interval of time. അല്ലേ, ഈക്വൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. എപ്പോഴും 10 മീറ്റർ ആണ്. എപ്പോൾ? 1 സെക്കൻഡ് ടൈം ഇൻ്റർവൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ. ഇനി സപ്പോസ് യു ആർ ടേക്കിംഗ് 2 സെക്കൻഡ് ടൈം ഇൻ്റർവൽ, 2 സെക്കൻഡ് എടുക്കുന്നതെന്ന് വിചാരിക്കൂ. 2 സെക്കൻഡ് എടുത്തു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാ? 20. വീണ്ടും 2 സെക്കൻഡ് എടുക്കുന്നു, ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ 2 to 4 ആ ടൈം ഇൻ്റർവൽ എടുത്തു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാ? x2 minus x1, 40 minus 20. ഓക്കെ, അപ്പോൾ ഏത് സമയത്ത് നമ്മൾ 2 സെക്കൻഡ് ടൈം ഇൻ്റർവൽ എടുത്തു കഴിഞ്ഞാലും ബോഡി ഹാസ് ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ഒരേ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഉണ്ടാവുക. സോ ബോഡി അണ്ടർഗോസ് ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. ഇത്തരത്തിലുള്ള മോഷനെയാണ് യൂണിഫോം മോഷൻ എന്ന് പറയുക. ഓക്കെ, യൂണിഫോം മോഷൻ. സോ ദ ബോഡി ഈസ് സെഡ് ടു ബി അണ്ടർഗോയിങ് യൂണിഫോം മോഷൻ if its displacement or it covers or it undergoes equal displacement in equal interval of time. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു കേസിലെ പൊസിഷൻ ടൈം ഗ്രാഫാണ് നമ്മളിപ്പോൾ വരച്ചത്. ഇഫ് എ ബോഡി അണ്ടർഗോസ് യൂണിഫോം മോഷൻ ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ. എങ്ങനെയുള്ള സ്ട്രെയിറ്റ് ലൈനാണ്? നേരത്തെ നമുക്ക് സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടിയത് അല്ലേ? ആദ്യത്തെ കേസിൽ ബോഡി റെസ്റ്റിലായിരിക്കുമ്പോഴും സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടിയത്. ഇപ്പോൾ ബോഡി മൂവ് ചെയ്യുമ്പോഴും സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടിയത്. പക്ഷേ ഇത് തമ്മിൽ എന്താ വ്യത്യാസം? ഇവിടെ കിട്ടിയ സ്ട്രെയിറ്റ് ലൈൻ നോക്കൂ, പാരലൽ ടു എക്സ് ആക്സിസ്. ദെൻ ഇവിടെ കിട്ടിയ സ്ട്രെയിറ്റ് ലൈൻ ചെരിവുള്ള സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ നമുക്ക് പറയാം ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി അണ്ടർഗോയിങ് യൂണിഫോം മോഷൻ ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ സ്ലോപ്പ്. ഓക്കെ, ചെരിവുള്ള സ്ട്രെയിറ്റ് ലൈനാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ കേസിൽ പൊസിഷൻ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യാണ്. പകരം സപ്പോസ് ദ പൊസിഷൻ ഇസ് ഡിക്രീസിങ്, നമുക്ക് അങ്ങനെ ഒരു കേസ് കൺസിഡർ ചെയ്ത് നോക്കാം. കൺസിഡർ ദിസ് കേസ്, പൊസിഷൻ 60, 40, 20, 0, ടൈം 5, 10, 15, 20. ഈ ഒരു കേസിൽ നമുക്ക് പൊസിഷൻ ടൈം ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. ടി ഈസ് ടേക്കൺ അലോങ് എക്സ് ആക്സിസ്, then x taken along y axis, position along y axis, time along x axis. നോക്കൂ, ഫസ്റ്റ് പോയിന്റ് ടൈം t5, x 60, സോ t5ന് നേരെ x 60. രണ്ടാമത് t10, x equal to 40, സോ 10ന് നേരെ you can plot 40. നെക്സ്റ്റ് t equal to 15, x equal to 20, t equal to 15, x equal to 20. Then t equal to 0,
ഓക്കെ, സോറി, t equal to 20, x equal to 0. t equal to 20, x equal to 0. അപ്പോൾ ഈ ഒരു കേസിൽ പൊസിഷൻ ടൈം ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. സി ദ ഷേപ്പ് ഓഫ് ദ ഗ്രാഫ്. ഇതിപ്പോൾ ഗ്രാഫ് പേപ്പർ ആണെങ്കിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ മെഷർമെൻറ്റ് കറക്റ്റ് ആണെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഗ്രാഫ് കിട്ടും. ഇപ്പോൾ ഇവിടെ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ് കിട്ടിയത് അല്ലേ, പക്ഷേ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. നേരത്തെ സ്ട്രെയിറ്റ് ലൈനും ഇതുമായിട്ടൊരു വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം നോക്കൂ. ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ഹാസ് പോസിറ്റീവ് സ്ലോപ്പ് ആൻഡ് ഹിയർ ദ ലൈൻ ഹാസ് നെഗറ്റീവ് സ്ലോപ്പ്. ഓക്കെ, രണ്ടും സ്ട്രെയിറ്റ് ലൈൻ ആണ്. പക്ഷേ ഇൻ ദ ഫസ്റ്റ് കേസ് when position was increasing with respect to time, the straight line was with a positive slope, and when position is decreasing with respect to time, here the position has a negative slope. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ നെഗറ്റീവ് സ്ലോപ്പ് അല്ലെങ്കിൽ പോസിറ്റീവ് സ്ലോപ്പ് എന്തിനെ കാണിക്കുന്നു? നേരത്തെ നമ്മൾ മോഷൻ അലോങ് എക്സ് ആക്സിസ് ഒരു എക്സാമ്പിൾ ഉപയോഗിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതിൽ നമ്മൾ കണ്ടു പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഓയിൽ നിന്ന് പിയിലേക്ക് തിരിച്ച് വരുന്നതും അല്ലേ. ആ ഒരു എക്സാമ്പിൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഓയിൽ നിന്ന് ക്യൂവിലേക്കുള്ള മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഓയിൽ നിന്ന് പിയിലേക്കുള്ള മൂവ്മെൻറ്റ്, ഇത് പോസിറ്റീവ് ഡയറക്ഷനുള്ള മൂവ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ പൊസിഷൻ ഇൻക്രീസ് ചെയ്യല്ലേ ചെയ്യുന്നത്? നോക്കൂ, 40, 80, 120, 160 ഇങ്ങനെ പൊസിഷൻ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഒരു കേസിലാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നതെങ്കിൽ നമുക്ക് പോസിറ്റീവ് സ്ലോപ്പുള്ള ഗ്രാഫാണ് കിട്ടുക. ഓക്കെ, മറ്റൊരു കേസ് കൺസിഡർ ചെയ്യൂ. അതായത് പിയിൽ നിന്ന് ഒയിലേക്ക് വരുന്ന കേസ്. ബോഡി മൂവ്സ് ഫ്രം പി ടു ഒ. അപ്പോൾ നമുക്ക് കിട്ടുന്ന പൊസിഷൻ്റെ വാല്യൂസ് എങ്ങനെയായിരിക്കും? അതായത് t ഈക്വൽ ടു 0 നമ്മൾ ഒബ്സർവ് ചെയ്ത് തുടങ്ങുമ്പോൾ ബോഡി പിയിലാണ്. പിന്നെ 1 സെക്കൻഡ് കഴിയുമ്പോൾ 2 സെക്കൻഡ്, 3 സെക്കൻഡ് ഈ രീതിയിൽ ബോഡി ഒയിലേക്ക് എത്തുന്നു. അപ്പോൾ നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എവിടെ നിന്നായിരിക്കും തുടങ്ങുക? 0 ആകുമ്പോൾ 360, 320, 280 ഈ രീതിയിലാണ് തുടങ്ങുക അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ കേസ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഓയിൽ നിന്ന് പിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് സ്ലോപ്പുള്ള ഗ്രാഫ് കിട്ടും. പിയിൽ നിന്ന് ഓയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് സ്ലോപ്പുള്ള ഗ്രാഫാണ് കിട്ടുക. അപ്പോൾ ഈ രണ്ട് കേസും തമ്മിൽ എന്താ വ്യത്യാസം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് കേസിൽ അതായത് ഓയിൽ നിന്ന് പിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ബോഡി ഈസ് മൂവിങ് ഇൻ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. സെക്കൻഡ് കേസിൽ ബോഡി ഈസ് മൂവിങ് ഇൻ നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ ഓഫ് മോഷൻ ചേഞ്ച് ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഗ്രാഫ് രണ്ട് രീതിയിൽ കിട്ടിയത്. പോസിറ്റീവ് സ്ലോപ്പുള്ള ഗ്രാഫും നെഗറ്റീവ് സ്ലോപ്പുള്ള ഗ്രാഫും കിട്ടിയത്. അപ്പോൾ പോസിറ്റീവ് സ്ലോപ്പ് ആണെങ്കിൽ ദാറ്റ് മീൻസ് ബോഡി ഈസ് മൂവിങ് ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ. നെഗറ്റീവ് സ്ലോപ്പ് ആണെങ്കിൽ ദാറ്റ് മീൻസ് ബോഡി ഈസ് മൂവിങ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. വൺ ഡയമെൻഷണൽ മോഷൻ മാത്രമാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ പറയാം. അപ്പോൾ ഏത് കേസായാലും when the body undergoes uniform motion, the position time graph is a straight line, okay, with a slope. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത്. പൊസിഷൻ ടൈം ഗ്രാഫ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ സ്ലോപ്പ്. ഇപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫ് സംബന്ധിക്കുന്ന രണ്ട് പോയിൻറ്റ്സ് നമുക്ക് ഓർക്കാം. ഒന്ന്, if the body is at rest, the position time graph is a straight line parallel to x-axis. രണ്ടാമത്തേത്, if the body is undergoing uniform motion, the position time graph is a straight line with a slope. ഈ ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് ഒന്ന് നോക്കാം. You are getting t means time along x-axis, position x along y-axis. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഷേപ്പ് എന്ന് വിചാരിക്കുക. പൊസിഷൻ ടൈം ഗ്രാഫാണ് ഈ തന്നിട്ടുള്ളതെന്ന് വിചാരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, can this graph represent the position time graph of a body? ഒരു ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ് ഈ ഒരു ഫിഗർ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? ഇത് ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ സപ്പോസ് നമുക്ക് ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ടൈമിൽ പൊസിഷൻ കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. സപ്പോസ് ഈ ഒരു പെർട്ടിക്കുലർ ടിയുടെ വാല്യൂ സേ 1, 2 ലൈക്ക് ദാറ്റ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ t ഈക്വൽ ടു 1 സെക്കൻഡ്. ഈ സമയത്ത് ബോഡിയുടെ പൊസിഷൻ ഏതാണ്? ബോഡിയുടെ പൊസിഷൻ t ഈക്വൽ ടു 1 ആകുമ്പോൾ ഈ പൊസിഷൻ ടൈം ഗ്രാഫ് ഉപയോഗിച്ചിട്ട് നമുക്ക് പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റണം. അപ്പോൾ t1ന് നേരെ നമ്മൾ നോക്കുക, ഗ്രാഫിൽ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, അതേപോലെ തന്നെ 1ൻ്റെ നേരെ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്
അല്ലേ? 2 പോയിൻറ്റ്സ് കാണുന്നുണ്ട്. ഒരേ സമയത്ത് പൊസിഷൻ റെപ്രസെൻ്റ് ചെയ്യുന്ന 2 പോയിൻറ്റ്സ് ഉണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? ബോഡി ഒക്യുപ്പൈസ് ദിസ് പൊസിഷൻ ആൻഡ് ദിസ് പൊസിഷൻ, 2 പൊസിഷൻസ് അറ്റ് ദ സെയിം ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. ഒരേ സമയം ബോഡി 2 പൊസിഷനിൽ ഉണ്ടെന്നാണ് ഇതിൻ്റെ അർത്ഥം. അത് പോസിബിൾ ആണോ? അല്ല. ഇങ്ങനെയൊരു കേസ് പോസിബിൾ അല്ല. അതായത് ഒരേ സമയം ബോഡി 2 സ്ഥലത്ത് 2 പൊസിഷനിൽ ഉണ്ടാവുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. അപ്പോൾ നമുക്ക് പറയാം ദിസ് ഗ്രാഫ് ഡസ് നോട്ട് റെപ്രസെൻറ്റ് ദ പൊസിഷൻ ടൈം ഗ്രാഫ്. ഈ ഗ്രാഫ് പൊസിഷൻ ടൈം ഗ്രാഫിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം. സോ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. താങ്ക് യു.